നീ വന്നേ, ചെക്ക് ചെയ്തു. സാർ, ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല. ഏത് ആന്റണി? 321. എന്തു പറ്റി? അറിയില്ല സാർ. രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത്. നിരാഹാര സമരം വല്ലതുമാണോ? ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല. ആന്റണി, നിങ്ങൾ പോയിക്കോളൂ. സാർ, അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ്. എന്താ ആന്റണിയുടെ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത്? രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷമാകുന്നു. ഇന്ന് വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഇല്ലേ? നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത്? ചോദിച്ചതിന് മറുപടി പറയാൻ ആന്റണി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത്. പറയൂ, എന്താ നിന്റെ ആവശ്യം? ചോദിച്ചതിന് ഉത്തരം പറയണം. എന്നെ വെറുതെ വിടൂ, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. സാറേ, ഈ ഭ്രാന്ത് ഇടയ്ക്കുള്ളതാ. 10-12 കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് ഇയാൾ കൂടെ ഉള്ളവർ പറയുന്നത്. നിങ്ങളെ വിളിച്ചില്ലല്ലോ സാർ. അയാൾ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഇങ്ങനെ കുറെ ഭ്രാന്ത് എനിക്കുണ്ട്. എന്റെ വിവാഹം നടന്ന ദിവസം, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം, എന്റെ മകൾ ജനിച്ച ദിവസം, അങ്ങനെ പലതും. ഇന്നെന്റെ വിവാഹ വാർഷികമാണ്. എന്നിട്ട് അത് ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത്? നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം, തടവുകാർക്കെല്ലാം കൊടുക്കാം. എന്താ? വേണ്ട. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ജലപാനം പോലും ഇല്ലാതൊരു ദിവസം. ഈ വർഷവും ഞാൻ ആഘോഷിച്ചോട്ടെ. ഓക്കേ, നിന്റെ ഇഷ്ടം. വിചിത്രമാണ് നിന്റെ സ്വഭാവം. അടുത്ത വാർഷികം ഭാര്യയും മകളും ഒപ്പം ആർഭാടമായി ആഘോഷിക്കാം. മോളുടെ ബർത്ത്ഡേന്ന് ഭാവയോട് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ അയാൾ എന്തിനാ വന്നത്? സുജയ്, നന്ദിയോട് പറയരുത്. ബാബാ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? മോളെ, മോൾ അറിയോ ഉപ്പുപ്പാനെ? മോളറിയോ? സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കയ്യിലൊരു കുഞ്ഞു വള. എന്താ സുജാതയുടെ മുഖം വല്ലാതെ? ഞാൻ വന്നത് അധികപ്പറ്റായോ? അയ്യോ ഇല്ല ബാബ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാ ബാബയെ അറിയിക്കായിരുന്നു. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്ക് അറിയില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും, വരണം. എന്റെ മക്കൾ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നു, നീ ബാബാന്ന് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. നീ വിളിക്കുന്ന കേട്ടാ മറ്റുള്ളവരങ്ങനെ വിളിച്ചു തുടങ്ങിയത്. എൻ്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാം എനിക്ക് മക്കളെ പോലാ. നീ എനിക്ക് മോളെ പോലെയാ. നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല. ശരി, സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല. വരട്ടെ. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ? ഓ, കഴിക്കാമല്ലോ. ഒരു കഷ്ണം കേക്കിങ് ഇതാ. ലേശം വലുതായിക്കോട്ടെ. നിന്റെ മോടെ പിറന്നാൾ കേക്ക് എന്റെ കെട്ടിയക്കും കൊടുക്കണം. അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്കിപ്പോ എന്താ ജോലി? 1-2 മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു. പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ. 3 വർഷമായില്ലേ ഞാൻ ബാബയെ വിട്ടു പോന്നിട്ട്. പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എൻ്റെ എല്ലാവരും കാണുന്നത്. ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും. കാസിം സേട്ടിൻ്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ. തല്ലുകയും ചെയ്തു. പോലീസിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട്.
നമ്മളൊക്കെ വന്നുപെട്ട വഴിയില് ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നീയും സുജാതയും തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിലക്കിയത്. കഴിവതും പിടിച്ചു നിൽക്കുക, കുറെ കഴിയുമ്പോൾ ഒക്കെ നേരെയാകും. ഇതിരിക്കട്ടെ. ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും. സമയം കിട്ടുമ്പോൾ സുജാതയും മോളെയും കൂട്ടി ഉമ്മ വന്ന് കാണണം. അലിയാര് കൊലയാളിയും കൊണ്ടേയാണ്. കെട്ടിയോളും മക്കളും പാവങ്ങളാ. ബാബ വരുമ്പോഴും കാശ് തരുമ്പോഴും എനിക്ക് പേടിയാ, വീണ്ടും അവരുടെ കൂടെ കൂടുമെന്ന്. അത് ശരി. അപ്പൊ നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. വിശ്വാസമാണ്, ഈശ്വരനേക്കാൾ വിശ്വാസമാണ്. ഞാനൊരു സത്യം പറയട്ടെ. 3 കൊല്ലമേ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, നിന്നെ കിട്ടിയത് മുതൽ. അതിനു മുമ്പ് വരെ ഒരുതരം മരണപ്പാച്ചിലായിരുന്നു. ഏത് നിമിഷവും ഒരു കഠാരയോ വെടിയുണ്ട് നെഞ്ചു തുളച്ച് കടന്നു വരും. ഇപ്പോ ആയുസൊന്ന് നീട്ടിക്കിട്ടണമെന്നാ പ്രാർത്ഥന. എത്ര വേണം ആയുസ്? 1000 കൊല്ലം. ടാക്സിയോ പ്രൈവറ്റോ? പ്രൈവറ്റ്. കള്ള ടാക്സി ഓടാറുണ്ടോ? ഇല്ല, ഓടാറില്ല സർ. ടാക്സ് അടച്ചിട്ടില്ലേ? അടച്ചിട്ടുണ്ട്. ആ സൈഡിലേക്ക് ഒതുക്കി നിർത്തണ. പോലീസ്. മാസാവസാനല്ലേ, ശമ്പളം തീർന്നിട്ടുണ്ടാവും. പിരിക്കാൻ ഇറങ്ങിയിരിക്കുക. എല്ലാം കറണ്ട് തന്നല്ലോ. അതെ. വെക്കോ വെക്കോ. എന്താടാ ഈ പുതിയ വേഷം? ഞാനിപ്പോ ടാക്സി ഓടിക്കാൻ സർ. ഈ ഡ്രൈവർ വേഷം ആരെ കൊല്ലാൻ വേണ്ടിയാ? ആരെയും കൊല്ലാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ് സർ. നിന്റെ ജീവിതമൊക്കെ എനിക്കറിയാം. എന്താടാ വണ്ടിയിൽ? സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ല. നോക്കിയോ. ഡിക്കി തുറ. എന്തോന്നടാ ഈ ടയറിന്റെ ഉള്ളില്? സ്വർണവും കഞ്ചാവും ഒന്നും അല്ല സാറേ, കാറ്റാ. സംശയം ഉണ്ടെ പരിശോധിച്ച് നോക്കും. ചൂടാവാതെടാ, ചൂടാവാതെ. അടക്ക്. ഇവളോ? ഇതാ രാജമ്മയുടെ മോളല്ലേ? ഇവളെ ആർക്കടാ കൊണ്ടുപോകുന്നത്? എനിക്കായിട്ട് കൊണ്ടുവന്നതാ. എന്റെ ഭാര്യയും കുഞ്ഞുവാ. അപ്പൊ നീയാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയതല്ലേ? ഭയങ്കര. നിനക്ക് എന്നെ അറിയാമോടി? ഇല്ല. കണ്ണൻ നായർ സാറ്. നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചാ പറയും. രാജമ്മയെ എനിക്കറിയാം. ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന കാലത്തേ അറിയാം. ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട്. അന്ന് നീ വെറും കൊച്ചാ. ഓ, ഇന്നിപ്പോ അമ്മയെക്കാളും സുന്ദരി ആയിരിക്കുന്നല്ലോടി. സാറേ, ചെക്കിങ് കഴിഞ്ഞ ബുക്കും പേപ്പറും ഇഞ്ഞതാ. നിന്റെ ഫോട്ടോ കാണിച്ച് ആശിപ്പിച്ച് എന്റെ കാശമ്മ കുറെ തിന്നിട്ടുണ്ട്. ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തരം പറഞ്ഞാൽ നിന്റെ ചങ്കിളി ഞാൻ പുറത്തു വരും പോട്ടി. എന്താ സാർ? ഒന്നുമില്ല. അവനെ ഒന്ന് നോട്ട് ചെയ്തേക്ക്. ആ തെണ്ടി എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു അമ്മ ഉണ്ടായി പോയത് നിന്റെ കുറ്റമാണോ? കരയല്ലേ, കരയല്ലേ സുജി. എന്തെല്ലാം ഞാൻ സഹിച്ചു. ആ നരകത്തിൽ നിന്ന് ചേട്ടൻ എന്നെ രക്ഷിച്ചപ്പോ അതോടെ എല്ലാം തീർന്നു എന്ന് കരുതി. ആ ചീത്തപ്പേരെന്നെ വിട്ടുപിരിയില്ല. എന്റെ കുഞ്ഞിനെ അത് വിടില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കുക. ഞാനപ്പോൾ എത്രമാത്രം ഒരുങ്ങുന്നുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് അമ്മയുടെ ഒരു ചീത്തപ്പേരേ ഉള്ളൂ. ഞാൻ ചീത്ത തന്നെ, കൊലയാളിയാ. എന്ത് നന്മയാണ് എനിക്ക് അവകാശപ്പെടാനുള്ളത്? ഇപ്പോ ഈ മനസ്സ് നിറച്ച് നന്മയല്ലേ? നമുക്ക് ഈ നാട് വിട്ടു പോകണം. ദൂരെ എവിടെയെങ്കിലും. എല്ലാ ചീത്തപ്പേരുകളും ഉപേക്ഷിച്ച് നമുക്ക് പോകണം. അവിടെ വേണം നമ്മുടെ മോള് വളരാൻ.